എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മലയാള സിനിമയിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള ബിഗ് ബഡ്ജറ്റിലുള്ള കുറച്ച് സിനിമകൾ, അതിൻ്റെ റിലീസിംഗ് എന്ന് പറഞ്ഞാൽ മാർച്ച് ഏപ്രിൽ മാസത്തിലെ റിലീസിങ്ങുകളുടെ സിനിമയും റിലീസിംഗ് ഡേറ്റുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിൽ ആദ്യത്തേത് മാർച്ച് 14 കാട്ടാളൻ എന്ന സിനിമയുടെ റിലീസിംഗ് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. പെപ്പെ അതായത് നമ്മുടെ ആൻ്റണി, പെപ്പയും ജഗദീഷും ഒക്കെ നായകന്മാരാകുന്ന കാട്ടാളൻ എന്ന സിനിമ. അത് അത്യാവശ്യം നല്ല പ്രതീക്ഷയുള്ള സിനിമയാണ്. പെപ്പയുടെ ലുക്കൊക്കെ നിങ്ങൾ കണ്ടു കാണും. അതിൻ്റെ ട്രെയിലറൊക്കെ വൻ രീതി വൈറലായതായിരുന്നു. അതപ്പോൾ അത് മാർച്ച് 14 റിലീസാകുന്നത്. പിന്നെ അടുത്ത ഒരു മേജർ റിലീസിംഗ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, മാർച്ച് 19 മിഥുൻ മാനുവൽ ഡയറക്ഷൻ ചെയ്യുന്ന നമ്മുടെ ഷാജിപ്പാപ്പനും പിള്ളേരും, അത് ആട് 3 ആണ്. മാർച്ച് 19 റിലീസ്. അതെന്ന് പറയുന്നത് മലയാളികളെല്ലാം ഒരുപോലെ പ്രതീക്ഷ വെക്കുന്ന ഒരു സിനിമയാണ്. കോമഡി ആയിരിക്കുന്നതിൽ ഒരു സംശയമില്ല. അപ്പം ഷാജിപ്പാപ്പനും പിള്ളേരും മാർച്ച് 19 അതാണ് അടുത്ത ഒരു മേജർ റിലീസിംഗ് എന്ന് പറയുന്നത്. ഇത് രണ്ടുമാണ് മാർച്ച് മാസത്തിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷ നൽകുന്നത്, ബിഗ് ബഡ്ജറ്റ് വന്ന് പ്രതീക്ഷ നൽകുന്ന രണ്ട് റിലീസിങ്ങുകൾ എന്ന് പറയുന്നത്. പിന്നെ അടുത്തത് വരുന്നത് ഏപ്രിൽ മാസമാണ്. ഏപ്രിൽ ദുൽഖറിൻ്റെ ഒരു സിനിമ, ഐ ആം ഗെയിം എന്ന് അങ്ങനെ കണ്ടാണ് ആ സിനിമയുടെ പേര്. അതൊരു വമ്പൻ ബഡ്ജറ്റില്ല, മലയാള സിനിമയെ സംബന്ധിച്ച് വമ്പൻ ബഡ്ജറ്റ് വരുന്ന സിനിമയാണ്. അതിൽ ദുൽഖറാണ് നായകനായി വരുന്നത്. അത് ഏപ്രിൽ 1 അതിൻ്റെ റിലീസിങ്. ഏപ്രിൽ 1 ഏപ്രിൽ മാസം. അതിൻ്റെ ഡേറ്റ് കറക്റ്റ് ഫിക്സ് അല്ല അതിൽ, പക്ഷേ ഏപ്രിലാണ് റിലീസിങ് അതിൻ്റെ വരുന്നതെന്നുള്ള റൂമർ വരുന്നുണ്ട്. അത് കറക്റ്റ് അല്ലെങ്കിലും ഏപ്രിൽ മാസത്തിലാണ് ഇപ്പോൾ റിലീസിങ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. പിന്നെ അടുത്ത ഒരു റിലീസിംഗ് എന്ന് പറയുന്നത് വണ്ണാൻഡോളി ദൃശ്യം 3 ഏപ്രിൽ 2 ജിത്തു ജോസഫ് സംവിധാനത്തിൽ മോഹൻലാൽ നായകനാകുന്ന. അതിപ്പം പിന്നെ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അതിൽ ഏപ്രിൽ 2 റിലീസിങ് വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ ഏപ്രിൽ മാസത്തിൽ തന്നെ വമ്പർ റിലീസിംഗ് എന്ന് പറയുന്ന വേറൊരു സിനിമയുണ്ട്. അതിൽ നമ്മുടെ ലാലേട്ടനുണ്ട്, ഒപ്പം തന്നെ നമ്മുടെ മമ്മൂക്കയുണ്ട്. പാട്രിയറ്റ് എന്നാണ് ആ സിനിമയുടെ പേര്, അറിയാമല്ലോ. പാട്രിയറ്റിൻ്റെ റിലീസിങ് ഏപ്രിൽ 23 പ്രഖ്യാപിച്ചത്. 23 തൊട്ടാകെ വമ്പർ റിലീസായിട്ടാണ് പാട്രിയറ്റിൻ്റെ റിലീസിങ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പം ലാലേട്ടനും മമ്മൂക്കയും ഒന്നിക്കുന്നതുകൊണ്ട് അതിന് വമ്പൻ പ്രതീക്ഷയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇത്ര സിനിമ, അതായത് ഈ 5 സിനിമകളാണ് മാർച്ച് ഏപ്രിൽ മാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മേജർ റിലീസിങ്ങുകൾ എന്ന് പറയുന്നത്. അതിൽ ഈ പറഞ്ഞ സിനിമകളിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടുന്ന സിനിമ ഏതായിരിക്കും? എൻ്റെ ഒരു അഭിപ്രായത്തിൽ എല്ലാ സിനിമകൾക്കും അപ്പുറം ലാലേട്ടനും മമ്മൂക്കയും ഒന്നിക്കുന്ന പാട്രിയറ്റ്സ് എന്ന സിനിമ നല്ല രീതിയിൽ, അതായത് മലയാള സിനിമയിലെ ഇതുവരെയുള്ള കളക്ഷൻ റെക്കോർഡുകൾ ഭേദിക്കുന്ന രീതിയിലുള്ള കളക്ഷൻ വരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.